ഹലോ ചങ്കുകളെ, അപ്പൊ നമ്മ ചീറ്റിപ്പോയൊരു വീഡിയോ നമ്മൾ ഇന്ന് റിപ്പീറ്റ് ചെയ്യാണ്. വേറെ ഒന്നല്ല, എൻ്റെ പപ്പിക്കുട്ടി സ്കൂളിട്ട് വരാറായി, നമുക്ക് അവളൊന്ന് പേടിപ്പിക്കല്ലേ. അപ്പൊ ആർക്കെ ഏഞ്ചൽസിൻ്റെ ഇന്നത്തെ ചെറിയൊരു കുസൃതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം ആളക്കായി റഹിമക്ക് വെച്ചു. അപ്പൊ അവൾ സ്കൂളിട്ട് വരാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് പതുങ്ങി നിൽക്കാം, ഗേറ്റിന്റെ ബാക്കിൽ പോയിട്ട് കേട്ടാ. എന്താവും അറിയില്ല, എന്നാലും വാ നമുക്ക് നോക്കാം. ഓക്കെ, ഒക്കെ വല്ലാണ്ടിരിക്കണേട്ടാ, ഒന്നും വിചാരിക്കണ്ട. അപ്പൊ നമുക്ക് അവള് വന്നത് നോക്കി നിൽക്കാം. അപ്പൊ ഈ ഗേറ്റിൻ്റെ അവിടെ നമുക്ക് പോയി നിൽക്കാട്ടോ. ഇവിടെയാണ് നമ്മ ഒളിച്ചിരിക്കാൻ പോണ സ്ഥലം കേട്ടാ. ഇതിൽ കൂടെയാണ് അവള് കയറി വരാം. നോക്കട്ടെ, എത്താറ നോട്ടെ. അപ്പം ഇതാണ് നമ്മൾ ഈ ഗേറ്റിൻ്റെ ബാക്കിലാണ് നമ്മൾ ഒളിച്ചിരിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പപ്പിക്കുട്ടി അവിടെ നിന്നാണ് വരാട്ടാ. സ്കൂൾ വണ്ടി ഇറങ്ങിയിട്ട് ആ വഴിക്കാണ് കയറി വരാം. വീടിൻ്റെ സൈഡിൽ കൂടെ നിറച്ച് പുല്ലൊക്കെ പിടിച്ചിരിക്കുകയാണ്. കണ്ടത് അവിടെ റോഡാണ്. ആ റോട്ടിൽ കൂടെ ഇറങ്ങിയിട്ടാണ് കൊച്ചു നടന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് അവളൊന്ന് പേടിപ്പിക്കാതെ. അപ്പോൾ കണ്ട, ഞാൻ ഇറങ്ങിപ്പോഴേക്കും ഒരാൾ പിന്നാലെ വന്നേക്കാണ് കേട്ടോ. കണ്ട, എൻ്റെ പിന്നാലെ വന്നേക്കാണ്. അഴിച്ച് സ്കൂൾ വണ്ടി വരുന്നുണ്ട് തോന്നുന്ന ചങ്കളെ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യൊക്കെ. ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും എൻ്റെ പിന്നാലെ വരികയാണ് അവളെ കാണിച്ചു കൊടുക്കാനായിട്ട്. മര്യാദയ്ക്ക് അകത്തങ്ങോട്ട് കയറി പോയിക്കോട്ടാ. അവളെ കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊളാക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം കൊളായി പോയതാണത്. വണ്ടി വന്നിട്ടില്ല. വണ്ടി വരുമ്പോൾ ഒച്ച നമുക്ക് കേൾക്കാം. വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് പപ്പീനെ പേടിപ്പിക്കാന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ വണ്ടി വരച്ചേട്ട ചങ്കാളെ. വണ്ടി വന്നിട്ടില്ല. വണ്ടി വരുമ്പോ നമുക്ക് ഓടി ഒളിക്കാം. വെയിറ്റ് ചെയ്യട്ടാ. എന്താവും, എന്തോ കൊല്ലന്നെ. വണ്ടി വച്ചേക്കണ്ട്. വണ്ടിയുടെ വച്ചേക്കണ്ട് കേട്ടാ. വണ്ടി ഇവിടെ നിർത്തുമ്പോ നമുക്ക് വിളിക്കാം. പിടിച്ചോ. അയ്യോ, ആ വണ്ടിയല്ല, അത് വേറെ വണ്ടിയാ. ചീറ്റിപ്പോയി. എടാ, വണ്ടി ഇവിടെ നിർത്തിയേ. അവിടെ നിർത്തി, നമ്മുടെ വഴിയിലെ നിർത്തിയേ. ഇപ്പൊ വരും. വരും. പട്ടീനെ ചങ്കള നല്ലത് കിട്ടിയിട്ട. ഇനി ആരും മക്കളെ പേടിപ്പിക്കാൻ വേണ്ടിക്ക് ഇതുപോലെ ഒളിച്ചിരിക്കരുത്. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണമാണ് ഞാൻ അതിന് വേണ്ടിക്കാണ് ഈ വീഡിയോ ചെയ്തതെന്ന്. എങ്ങനെ അവിടെ പറമ്പിൽ പട്ടിയുണ്ട്. ഓൾറെഡി പട്ടിനെ കണ്ട് പേടിച്ചിട്ട് കൊച്ചു ഓടി വന്ന്. ആ സമയത്താണ് അമ്മയുടെ പേടിപ്പിക്കരുത്. അപ്പോൾ ഒരാളും ഇനി മക്കളെ പേടിപ്പിക്കാനായിട്ട് ഇതുപോലെ ഒളിച്ചിരിക്കരുത്, മനസ്സിലായില്ലേ? അപ്പൊ ഇനി ബാക്കിയുള്ളത് ഞാൻ അകത്ത് ചെന്ന് വാങ്ങിക്കട്ടെ. അപ്പൊ ടാറ്റ ബൈ ചങ്കളെ. കാണാൻ പറ്റിയാ കാണാം ഇനി. ഓക്കെ, ടാറ്റാ. എൻ്റെ മോൾ എന്നോട് പിണങ്ങി. അമ്മ പ്രാങ്ക് വീഡിയോ ചെയ്ത് പേടിപ്പിച്ചതിന് കൊച്ചു പിണങ്ങി ഇരിക്കുകയാണ് അല്ലേ. കൊച്ചു പിണങ്ങി അമ്മേനോട്. ദേഷ്യമായി എന്നെ കുറേ ചീത്ത പറഞ്ഞു. വീഡിയോ ചെയ്യാനായാലും ഇനി മേലിൽ ഇങ്ങനെ ഒന്നും കാണിക്കരുത് അമ്മ, ഞാൻ ശരിക്കും പേടിച്ചോ എന്ന് പറഞ്ഞു കൊച്ച്. അപ്പക്ക് വിഷമായി. അപ്പം അമ്മയ്ക്കൊരു ഉമ്മ വന്നേ. സോറി പറഞ്ഞില്ല അമ്മ. ഒരു ഉമ്മ എന്നമ്മ, ഒരു ഉമ്മ ശരിക്കും ഒരു ഉമ്മ തെറ്റേ. സോറി ട്ടാ. അപ്പം ഞാൻ സോറി പറഞ്ഞു എൻ്റെ മോളോട്. അപ്പം ഞങ്ങൾ സ്നേഹായി അമ്മയുടെ അടുത്ത്. അത് വഴക്ക്. ശരിക്കും സ്നേഹാവ്. നടുക്ക് സ്നേഹം.
ആ അപ്പം ഞങ്ങൾ സ്നേഹമായിട്ട് ചങ്കളെ അതിനെൻ്റെ മോളെ പെട്ടെന്ന് പേടിച്ച് പാവം ചോറിയിട്ട് എൻ്റെ മോളറിണേ അപ്പം പെട്ടെന്ന് എനിക്ക് അറ്റാക്ക് വന്നിറങ്ങി അമ്മ എന്ത് ചെയ്തേനേന്ന്. അതൊരു ചോദ്യമായിരുന്നു, നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പം ഞങ്ങളുടെ വഴക്കൊക്കെ മാറി. അപ്പം ഹാപ്പി ആയിട്ടിരിക്കണ്. അപ്പം ടാറ്റ ബൈ ബൈ ചങ്കളെ. അപ്പം ഞാൻ ആരും മക്കളെ പേടിപ്പിക്കരുത്. തമാശയ്ക്ക് പോലും ഇതുപോലത്തെ വീഡിയോ ചെയ്യേണ്ടതായിട്ടാരും മക്കളെ പേടിപ്പിക്കേണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു നേരം തമാശയ്ക്ക് ചെയ്തതാണ്, ഞങ്ങൾ ഇടയ്ക്കിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് അവൾ പേടിച്ചു പോയി ശരിക്കും. അപ്പം സോറി പൊന്നോ പപ്പി, നമ്മുടെ മുത്തേ സോറി ട്ടാ. അപ്പം ടാറ്റ ബൈ ബൈ. Watch and subscribe your funniest YouTube RK Angel.